ഈ പ്രാവശ്യത്തെ ഡേ ഓഫ് ഒരു ഫ്രൈഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു സൗദിയിലുള്ള ഞങ്ങളുടെ കസിനെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന്. പോകുന്ന വഴിക്ക് ജവാദ് സ്റ്റോറിൽ വാട്ടർ സ്നാക്സ് എല്ലാം വാങ്ങിക്കാൻ കയറി. അധികം റഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കോസ്വേ ടോൾ ഗേറ്റിൽ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ എത്താൻ പറ്റിട്ടോ ഞങ്ങൾക്ക്. നാട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാസ്ടാഗ് പോലെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഈജസ്. പക്ഷേ ഞങ്ങൾ അത് ആക്ടിവേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കാർഡ് ആൻഡ് ക്യാഷ് ഓപ്ഷനിലാണ് ഞങ്ങൾ പോയത്. പക്ഷേ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവിടുന്ന് പേ ചെയ്ത് പോകാൻ പറ്റി. ഞങ്ങൾ സെയിം ഡേ തന്നെ റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട് റിട്ടേൺ ഓപ്ഷനും കൂടി ഒരുമിച്ച് പേ ചെയ്തു. ഫ്രൈഡേ ജുമാക്ക് ശേഷം ഒരു 12:30 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ സൗദി കോസ്വേ ബോർഡറിലെത്തി. ഇവിടെ നിന്നാണ് കേട്ടോ കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത്. സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം ഞാൻ വീഡിയോ റെക്കോർഡിംഗ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ്സിൽ പലരും ഈ സൗദി കോസ്വേ കാണാൻ ഇവിടെ വരാറുണ്ട്. ഇവിടെ നമുക്ക് ഫുഡ് കോർട്ടും പിന്നെ മോസ്കും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഈ കോസ്വേ ബോർഡറിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ വ്യൂ എല്ലാം ഒന്ന് ആസ്വദിക്കാൻ പറ്റും. കാരണം ഇവിടുന്ന് കുറേ ഫോട്ടോസ് എല്ലാം എടുക്കാം. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത സൗദി കോസ്വേ ബോർഡറിൽ നിന്ന് എടുത്ത കുറച്ച് പിക്ചേഴ്സ് ആഡ് ചെയ്യാം. ഇമിഗ്രേഷനിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കസ്റ്റംസ് ക്ലിയറൻസ് സ്ലിപ്പ് കിട്ടി. ഈ കാണുന്ന സ്ഥലം തൊട്ടാണ് കേട്ടോ സൗദി അൽഖോബാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അൽഖോബാറിൽ തന്നെയുള്ള ഒരു താജ് അൽ ഹിന്ദ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാൻ കയറി. റെസ്റ്റോറൻറ്റ് നമ്മുടെ ദേശഫ് എന്ന് പറഞ്ഞ മഴവിൽ മനോരമയിൽ ഉണ്ടായിരുന്ന പ്രോഗ്രാമിൽ വിന്നറായ ലിജോ ബ്രദറിൻ്റെ റെസ്റ്റോറൻ്റാണ്. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയ ശേഷം സ്ട്രെയിറ്റ് ദമാമിലുള്ള എൻ്റെ കസിൻ്റെ വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്തു. റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് റോഡുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ലേറ്റായിട്ട് ഈവനിങ്ങിലാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഈവനിങ് അവിടുന്ന് ചായ എല്ലാം കുടിച്ച ശേഷം നൈറ്റിൽ ഞങ്ങളൊരു പാർക്കിൽ പോയിരുന്നു കേട്ടോ കുറച്ച് നേരം. അവിടുന്ന് ഞങ്ങൾ നേരെ പോയതൊരു സീ ഫുഡൊക്കെ കിട്ടുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 11:30 ആയപ്പോൾ ബഹ്റൈനിലേക്ക് റിട്ടേൺ ഡ്രൈവ് ചെയ്തു. റിട്ടേൺ ടോൾ ഓൾറെഡി പേ ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ടോൾ ഗേറ്റ് ഓപ്പണായി. ട്വൽവ് 30 ആകുമ്പോഴേക്ക് തന്നെ തിരിച്ച് അങ്ങനെ ഞങ്ങൾ ബഹ്റൈനിൽ എത്തിയിട്ടുണ്ടായിരുന്നു.